بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر. صدق الله العظيم. നമ്മൾ ഏകദേശം ഒരാഴ്ചയായി ഈ ഒരു ചെറിയ ആയത്തിന്റെ പിന്നാലെയുള്ള സഞ്ചാരമാണ്. അൽ കൗസർ എന്നത് അത്ഭുതകരമായ ഒരു വാക്കാണ്. അറബിയിൽ കസീർ എന്ന് പറഞ്ഞാൽ തന്നെ അധികരിച്ചത് കസറത്ത്, കസീർ എന്നൊക്കെ പറഞ്ഞാൽ അധികരിച്ചത് എന്നാണ്. അതിനെ ഒന്നും കൂടി കട്ടി കൂട്ടി അർത്ഥം വെക്കാനാണ് അൽ കൗസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അൽ കൗസർ എന്നതിന് പല മഹാന്മാരും തഫ്സീർ കൊടുത്തത് ഖൈറുൻ കസീർ എന്നാണ്. ഖൈറുൻ കസീർ, അധികരിച്ചതായ ഖൈറുകൾ. ഈ അർത്ഥം വെച്ചുകൊണ്ട് ചില വലിയ തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ കാണാം. സൂറത്തു നിസായിലെ ഒരായത്തെടുത്തുകൊണ്ട് ഈ ആയത്തിനെ മറ്റൊരു തഫ്സീറിലേക്ക് കൊണ്ടുപോകുന്നത്. ആയത്ത് ഞാൻ പറയാം. വമൻ യുത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. വമൻ യുത്തൽ ഹിക്മത, ആർക്കെങ്കിലും അല്ലാഹു ഹിക്മത്ത് നൽകപ്പെട്ട, അല്ലാഹു ഹിക്മത്ത് നൽകിയാൽ, വമൻ ഏതൊരുത്താണ് യൂത്തൻ അവന് നൽകപ്പെട്ടിരിക്കുന്നു അൽ ഹിക്മത, ഇൽമ് നൽകപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഫഖദ് ഊതിയ, നിശ്ചയം അവൻ നൽകപ്പെട്ടു ഖൈറൻ കസീറ, ധാരാളം ഖൈറുകൾ അവന് കിട്ടിയെന്നാണ്. അപ്പൊ ഖുർആന്റെ ഭാഷയിൽ ഖൈറുൻ കസീർ എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്. അത് സൂറത്തുൽ ബഖറയിലേക്ക് വന്ന ഒന്നും കൂടി ക്ലിയറായി. മുസ്തഫ നബിയോട് വക്കാന ഫദ്ലുല്ലാഹി അലൈക അലീമ എന്ന് അള്ളാഹു പറഞ്ഞത് ഇൽമ പറഞ്ഞതിന് ശേഷമാണ്. വഅല്ലമക മാലം തകുൻ തഅലം വക്കാന ഫദ്ലുല്ലാഹി അലൈക അലീമ. നിങ്ങൾക്ക് അറിയാത്തതൊക്കെ അള്ളാഹു തആല പഠിപ്പിച്ചു തന്നില്ലേ. വക്കാന ഫദ്ലുല്ലാഹി അലൈക അലീമ. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യം ഭയങ്കര ഔദാര്യാണ്. ഇനി ഇതിനെ നിങ്ങളുടെ അർത്ഥം വെച്ചാൽ മതി. ഇന്നാ നിശ്ചയം നമ്മൾ ആഴ്ത്തൈന, നമ്മൾ നൽകിയിരിക്കുന്നു കാതങ്ങൾക്കൽ കൗസർ, ഇൽമ നൽകിയിരിക്കുന്നു നബിയെ. ഈ ലോകത്ത് ഇൽമിനെ വെല്ലുന്ന ഒരു സാധനമില്ല. അള്ളാന്റെ ദുനിയാവിൽ ഇൽമിനെ വെല്ലുന്ന ഒന്നുമില്ല. ഒന്നുമില്ല. ആകാശത്തുമില്ല, ഭൂമിയിലുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറയാം. സാധാരണ നമ്മൾ മലക്കുകളെ പറയുമ്പോ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ ഇങ്ങനെ പറയാം. തിരിച്ചിതുവരെ ആരും പറയാറില്ല. മീകായിൽ, ജിബ്രീൽ എന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല. ജിബ്രീൽ, മീകായിൽ എന്നാ പറയാം. കാരണം എന്താ കാരണം? ചിലർ ഒരു സീനിയർ ആയതുകൊണ്ട് മീകായിൽ ഇസ്ലാമിന് കുറച്ച് പ്രായം കൂടുതലുണ്ട്. അല്ല, ഒരഭിപ്രായത്തിൽ സീനിയർ ജിബ്രീൽ അലി ഇസ്ലാം അല്ല ജിബി ഇസ്ലാമിന് കുറച്ച് പ്രായം കൂടുതലുണ്ട് എന്ന് പറയും. അല്ല, ഒരഭിപ്രായത്തിൽ സീനിയർ മീകായിൽ ഇസ്ലാമാണ്. മീകായിൽ ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ് ഒരഭിപ്രായത്തിൽ ജിബി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോ സീനിയർ അല്ല, ജിബി ഇസ്ലാം ജൂനിയറാണ്. എന്നിട്ടും ജൂനിയറെ സീനിയറെ മേലെ കൊണ്ടുവന്നു. ജിബ്രീൽ, മീകായിൽ എന്ന് പറഞ്ഞു. കാരണം എന്താ? മീകായിൽ അലി ഇസ്ലാമിന് അള്ളാഹു ഏൽപ്പിച്ച ചാർജ് ഇടിമിന്നലാണ്. ജിബി ഇസ്ലാമിനെ ഏൽപ്പിച്ച ചാർജ് ഇൽമാണ്, വഹി കൊണ്ടുവന്ന് കൊടുക്കലാണ്. ഇടിമിന്നലും ഇൽമും തമ്മിൽ അജഗജാന്തരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ജിബ്രീൽ, മീകായിൽ എന്ന് പറയുന്നത്. അപ്പൊ ആകാശ ലോകത്തും ഇൽമിനെ വെല്ലുന്നൊന്നുമില്ല, ഭൂമിയിലുമില്ല. അതുകൊണ്ട് ഇന്നാഅതൈനാക്കൽ കൗസർ, നാം തങ്ങൾക്ക് ധാരാളം ഇൽമ നൽകിയില്ലേ നബിയേ. ഇതൊക്കെ കിട്ടിയിട്ട് നബി അടങ്ങിയിരുന്നോ? ഇല്ല. ഇതൊക്കെ കിട്ടിയിട്ട് നബി പറഞ്ഞിട്ട് വഖുർ റബ്ബി സിദ്നി ഇൽമാന്ന്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കിട്ടിയിട്ടും അല്ലാഹുവിന്റെ റസൂൽ ദ്വാരക്കണത് റബ്ബി സിദ്നി ഇൽമ. നീ ഇൽമ എനിക്ക്, ഇൽമ കൊണ്ട് എന്നെ അധികരിപ്പിക്കണമെന്നൊന്നല്ല അതിന്റെ അർത്ഥം. ഇൽമ എനിക്ക് ഈ അധികരിപ്പിക്കണേ എന്നാണ്. അതാണ്, എനിക്ക് ഇൽമ അധികരിപ്പിക്കണേ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിന് അറ്റല്ല, ഇൽമിന് അറ്റല്ല. ഇനി അവിടുത്തെ ഇൽമിന്റെ ആഴം നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കും.
സ്വഹാബാക്കൾ പറയാണ് വഫാത്തിനോട് അടുപ്പിച്ചിട്ട് ചില സമയത്തൊക്കെ ഓരോ നിസ്കാരം കഴിഞ്ഞാണ്ട് എണീക്കും, എന്നിട്ട് അങ്ങോട്ട് പറയും. സാധാരണ പറയുമ്പോൾ സമയത്തിന് ലിമിറ്റൊക്കെലുണ്ട്. ഒരു 10 മിനിറ്റ് 8 മിനിറ്റ് ഇത്രയൊക്കെയുള്ള റസൂലുള്ളാഹിന്റെ പ്രസംഗം. 8 മിനിറ്റ് 10 മിനിറ്റ്, അല്ലാതെ 9.5 മണിക്കൂർ പ്രസംഗിക്കുക. ആകെ കണക്കൂട്ടിയ ഒരു കാമ്പുമില്ലാതൊക്കെ അങ്ങനെയല്ല. 10 മിനിറ്റ് 12 മിനിറ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രസംഗം. നേരെ മറിച്ച് വഫാത്തിനോട് അടുപ്പിച്ച ഓരോ വക്തിൽ എണീച്ചിട്ട് അങ്ങോട്ട് പറയും. ആ കേട്ട സഹാബാക്കൾ വരെയാണ് ആ ചർച്ചയിൽ ദുനിയാവിൽ ഇല്ലാത്ത ഒരു വിഷയം വരവില്ല, എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടാവും. എന്താ വാക്ക്, ഞാൻ ഇന്നലെയും കൂടി വേദിയിൽ ഇരുന്നിട്ട് ഒരു ഹദീസ് ചിന്തിച്ചിട്ട് എന്റെ കണ്ണിന്റെ ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് ഞാൻ ടവലോണ്ടൊന്ന് തുടച്ച്. ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇങ്ങനെ പുലരല്ലേ, എല്ലാ സ്ഥലത്തും നമ്മൾ കാണില്ലേ. ഒരു ഹദീസാണ് നമ്മളെ എല്ലാ സ്ഥലത്തും കാണുന്ന ഹദീസാ. മണ്ഡപത്തിലുണ്ടാവും, വീട്ടിലുണ്ടാവും, ഓരോ സൽക്കാരത്തിലുണ്ടാവും, വാളിന്റെ വേദിയിലുണ്ടാവും. സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ, എന്റെ ഉമ്മത്തിൽ 2 വിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല, അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് കേട്ടോളൂ കേട്ടോ. ഒന്ന് കൗമുൻ, ഒന്നൊരു വിഭാഗമാണ്. മഅഹും സിയാത്തുൻ, അവരെ കയ്യിൽ ചാട്ടവാറുണ്ടാവും. കദ്നാബിൽ ബക്കർ, പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുണ്ടാവും. യളിരിബൂന ബിഹന്നാസ, അതുകൊണ്ട് ഒരു ജനങ്ങളെ അടിക്കും. ഇതാരാന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ ചൂട് പിടിച്ച ചർച്ചയിൽ ഒറ്റയാൾ പട്ടാള പോരാട്ടം നടത്തിയിട്ട് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ സമരം ചെയ്തുകൊണ്ട്. ബുദ്ധികൂർമ്മതയുള്ളവർക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു തുടങ്ങുന്നുണ്ടോ? ഞാൻ അയാളെ എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ ഒപ്പം അല്ല, അതൊന്നല്ല വിഷയം. പക്ഷെ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ് ഇത്. പോലീസുകാരെ കുറിച്ചാണ്. ഒരു സംശയം എനിക്ക് ആ വിഷയത്തിലില്ല. ഇത് പോലീസുകാരെ കുറിച്ചാണ്. അഴിമതി വീരന്മാരായ പോലീസുകാർ, നിരപരാധികളെ ലാത്തി കൊണ്ട് അടിച്ച് ഉപദ്രവിക്കുന്ന പോലീസുകാർ, അത് വരാൻ പോകണ്ടേന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. ഓരോ റിപ്പോർട്ടുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ മദീനത്തേക്ക് തിരിഞ്ഞിട്ട് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. സലാം അറിയില്ലേ? അന്നിങ്ങനെ പോലീസുകാരെന്നുള്ളൊരു വിഭാഗം ഉണ്ടോ? ഇനി വേറൊരു ഹദീസ് കാണാ, തകൂനു ഫി ആഖിരി സമാനി ശുർത്ത. ആഖിർ സമാനായാൽ പോലീസുകാർ, ശുർത്ത എന്ന് പറഞ്ഞാൽ പോലീസുകാർ എന്നതിന്റെ അർത്ഥം. അന്ത്യം അടുത്താൽ പോലീസുകാര് കൂടുന്നു മുഹമ്മദ് മുസ്തഫ. ഇങ്ങനൊക്കെ ഒരാൾ പറയണമെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ 1000 1200 കൊല്ലം മുമ്പുള്ള കിതാബിലുള്ളതാ. ഇപ്പൊ ഇങ്ങനെ പോലീസുകാരെ എല്ലായിടത്തും കണ്ടപ്പോ നമ്മൾ ആരെങ്കിലും എഴുതി വെച്ചാൽ മഷി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാമല്ലോ. കാലപ്പഴക്കം, മഷി കൊണ്ട് കാലപ്പഴക്കം തെളിയിക്കുന്ന, മഷി കൊണ്ട്, പേപ്പർ കൊണ്ട്. അതല്ല ഒരു അജ്ഞൻ വന്നുകൊണ്ട് പറഞ്ഞത് ഖുർആന് മുഹമ്മദിന് വെള്ളതിന്റെ മുമ്പന്നുണ്ട്. ഭയങ്കര തെളിവാപ്പ്. എന്തെന്ന് വെച്ച് പഴയ കാലത്തുള്ള ഖുർആന്റെ 2-3 ആയത്ത് ഒരു പേപ്പറിന്ന് കിട്ടിയ ആൾക്ക് ഈ പേപ്പറിന്റെ കാലപ്പഴക്കം പരിശോധിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കണേന്റെ ഏതാനും കൊല്ലം മുമ്പുള്ള പേപ്പറാണെന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നബി ജനിക്കണേന് മുമ്പ് ഖുർആൻ ഇടണ്ട്. ഓന്റെ ചങ്ങായി, അപ്പൊ ഈ പേപ്പർ നേരത്തെ ഉണ്ടായിക്കൂടെ? ഇപ്പൊ ഞാൻ ജനിക്കണേന് മുമ്പുള്ള മലയാള മനോരമ എന്റെ അടുത്തുണ്ട്. അതിലൊരാൾ എഴുതിയാല് അതിന്റെ അർത്ഥം ഇതിന്റെ മുമ്പ് ഇത് എന്റെ മുമ്പ് വന്നാണെന്നാൽ പേപ്പർ മുമ്പ് ഉണ്ടാവും. പക്ഷെ ഖുർആൻ പിന്നെ എഴുതിയാൽ പോരെ? പഴയ പേപ്പറിൽ ഖുർആൻ പിന്നെ എഴുതിയാൽ എന്തായാലും പ്രശ്നമുള്ളത്? അതൊക്കെ ഭയങ്കര ഗവേഷണമാണ് ഇപ്പൊ വരെ. യുക്തിക്ക് സോക്കോട് തുടങ്ങിയ ആളുകളെ ഭയങ്കര വിഷയമായിട്ട് മുപ്പര് കണ്ടുപിടിച്ചിട്ട് പറയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ ഒക്കെ പിറകില് കുറെ ചെറുപ്പക്കാർക്കും പഴയ പേപ്പറിൽ എന്താ പിന്നെ ഇറങ്ങിയ ആയത്ത് എഴുതിച്ചൂടെ? ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ജനിക്കണതിന് മുമ്പുള്ള പേപ്പറിന്റെ കഷ്ടം എന്റെ അടുത്തുണ്ട്. അതിലിപ്പോ ഞാൻ അന്നൊരു വിഷയം എഴുതിയാല് സംഗതി ക്ലിയർ ആയില്ലേ? പേപ്പർ വായതേക്കൂട്ടെ, അതിനെന്താ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞത് മഷി പരിശോധിക്കുക, പേപ്പർ പരിശോധിക്കുക. 1200 കൊല്ലം മുമ്പുള്ള കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത്? പോലീസുകാരെ അധികരിക്കുന്ന മുഹമ്മദ് മുസ്തഫ.
എല്ലാ പോലീസുകാരല്ല, അഴിമതി വീരന്മാർ, കരിഞ്ചന്തക്കാർ, നിരപരാധികളെ ലാത്തി കൊണ്ടടിക്കുന്ന ആളുകൾ. അത് ഈ ഉമ്മത്ത് കാണുന്ന അന്ത്യപ്രളയത്തിന്റെ ലക്ഷണമാണെന്ന് പരിശുദ്ധ റസൂൽ. അവിടേക്കാണ് നമ്മളെ ഭാര്യമാരും ഉമ്മാരും പെങ്ങന്മാരും വെച്ചുകൊടുത്തത്. ദീർഘമായ ഹദീസാണ്. ഇനിയൊരു ഐറ്റം പെണ്ണുങ്ങൾ വരും, കാസിയാത്തുൻ. ഓല് ബ്ലൗസ് ധരിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആരിയാത്തും ധരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എങ്ങനെ? വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ടില്ല. ഇനി നിങ്ങള് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഭാര്യ, നിങ്ങളെ മോള് മനെ കൂട്ടണ്ടാക്കും. പ്രായമാണ് ഇപ്പൊ മരക്ക് ഇപ്പൊ അങ്ങനത്തെ 80 വയസ്സാകുമ്പോ ചുരിദാർ ഇട്ടാണ് കല്യാണത്തിന് പോണേ ഞാൻ കണ്ടിട്ടുണ്ട്. വയസ്സ് 80, പക്ഷെ ഇട്ടിക്കണ ചുരിദാർ. അങ്ങനെ ഒന്ന് അങ്ങാടി കൂടി നടക്കുമ്പോ ലൂസ് കൂടിയിട്ട് കഴിഞ്ഞോണ്ട് എന്താട്ട, കാരണം ഇത് ഇങ്ങനെ കിട്ടൂലല്ലോ. ഇത് എത്ര കെട്ടിയാലും ഈ തൊലിയൊക്കെ ചൊളിഞ്ഞോണ്ട് എവിടെ നിൽക്കൂലല്ലേ. അപ്പൊ ഏതായാലും ഉമ്മാരാണ്ട് ഒഴിവാക്കുമ്പോൾ ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ പെണ്ണുങ്ങൾ പർദ്ദ ഇട്ടിട്ട് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ മനസ്സിലാവും കാസിയാത്തുൻ ആരിയാത്തുൻ. സംഗതി ഇട്ടിക്കണ പർദ്ദയാണ്, പക്ഷെ ടൈറ്റ് പിറ്റ് പർദ്ദ. അത് കണ്ടിട്ട ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഉള്ളിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതിന്റെ കൃത്യമായ അളവ് പുറത്തേക്കണ ആൾക്കാർക്ക് ഇങ്ങോട്ട് മനസ്സിലാവും. കാരണം ജാമായി കിടക്കണ അവിടെ ഇമ്പടിയൊക്കെ തുറച്ച് മുന്നിൽ. ഞാൻ കൂടുതൽ പറയണില്ല, കാരണം നിങ്ങൾ പറയും ഇന്ന് എത്ര സമയം പോയാലും പ്രശ്നമില്ല, നല്ല രസമുണ്ട് എന്ന് പറയും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്. ഇത് അന്ന് പറഞ്ഞല്ലോ മുഹമ്മദ് മുസ്തഫ, അന്ന് പറഞ്ഞല്ലോ. എന്താണ് അവിടുത്തെ ഇൽമ? ലാ തഫ്നി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് നശിക്കുകയില്ല ഹത്താ യഖൂമ റജുലു ഇലൽ മർആ, ഒരു പെണ്ണിനെ കാണുമ്പോൾ ആണ് സടകുടഞ്ഞെഴുന്നേൽക്കും. വഴിയിൽ വെച്ചുകൊണ്ട് ഈ പെണ്ണുമായി കാമകേളികൾ നടത്തൂ. അന്നത്തെ നല്ല മനുഷ്യൻ മന്നൊരുത്തനാണ്. യഖൂലു, ഇവനോട് പറയുന്നവനാണ്, ലൗ റാവൈതഹാ ഹാദൽ ഹായിത്ത്, എന്റെ പണിക്ക് നിർത്തൂലെന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാലും ഈ പെമ്പറന്നോളേറ്റ് എനിക്ക് ആ മതിലിന്റെ അപ്പുറത്ത് കണ്ടുപോയിട്ട് ഈ പണി നടത്തിക്കൂടെ ഹംകേന്ന് അന്ന് പറയണ ചില ഹലാലാനിക്കായിൽ പറയുന്ന കരുത്തരായ മക്കളുണ്ടാവും. അവരാണ് അന്നത്തെ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖും എന്ന് മുഹമ്മദ് മുസ്തഫ. എന്ന് പറഞ്ഞാലേ കല്യാണ മണ്ഡപങ്ങളിലും സൽക്കാരങ്ങളിലൊക്കെ പോലെ തോന്നിവാസങ്ങൾ പച്ചയിൽ സ്റ്റേജിൽ നടത്തി. അപ്പൊ ചില ആൾക്കാർ ആ സ്റ്റേജിൽ നിന്നാണ് മാറിക്കൂടെ, ഞങ്ങളൊക്കെ ചോറയ്ക്കാൻ വന്നതല്ലേ എന്ന് പറയാൻ നാവുണ്ടെങ്കിൽ അവൻ അന്നത്തെ അബൂബക്കർ സിദ്ദീഖാണ്. അല്ലാത്തവന് മണ്ടുവാണ്. മണ്ടു മുണുങ്ങി വരണോ മണ്ടുവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നുകിൽ അങ്ങനത്തെ കല്യാണത്തിന് പോവരുത്, അല്ലെങ്കിൽ തൊള്ളോർന്ന് പറയണം നമ്മളെ ഈമാൻ നശിപ്പിക്കരുത് എന്ന് പറയണം. അല്ലെങ്കിൽ പോവരുത്. പോയില്ലെങ്കിൽ പിണങ്ങുന്നല്ലേ ഉള്ളൂ. ദീനിന് വേണ്ടി പിണങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ദീനിന് വേണ്ടി പിണക്കില്ല, ദുനിയാവിന് വേണ്ടിയേ പിണക്കുള്ളൂ. ദീനിന് വേണ്ടി പിണക്കില്ല. എന്തേ പിരിച്ചുവിടണോ? നാട് പറഞ്ഞാൽ മതി. അതാ കമ്മിറ്റിക്കാരവിടെ ഇരിക്കണം. ഇയാളെ വല്ലാതെ നമുക്ക് പൊറുക്കൂലട്ടോ. കാരണം മൂപ്പര് കുറച്ചായി കല്യാണം കയറ്റും, കല്യാണ മണ്ഡപമൊക്കെ ആയിട്ട് ലാത്തി വീശുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ അതവിടെ ഇരിക്കണ്. ഇവിടെ ഉണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ കല്യാണം നടത്തിയാൽ പോരാ, കല്യാണത്തിന് പോയിട്ട് കളറ് മാറി ചോണി മുണങ്ങിയാലും പോരാ. എവിടെയാണ് പോയി ഇരിക്കണം എന്ന് സുന്നത്തുണ്ടെങ്കിൽ ചിന്തിക്കണം. അല്ലെ ഇരിക്കരുത്, അല്ലെങ്കിൽ പറയണം രണ്ടാലൊന്നും വേണം. അല്ല ഇന്നെ പോലെ പോകണ്ടെന്ന് വെച്ചാല് ഇന്ന് അതൊക്കെയാണ് പോവല്ലോ. സമുദായത്തിൽ ഇതൊക്കെ ഒഴിവാകും നാട്ടുകാർ പങ്കെടുക്കാതിരുന്നാൽ ഉറപ്പാണ്. ഇത് എല്ലാവർക്കും അറിയാം. എന്ത് തമ്മാടിത്തരം നടത്തിയാലും ഇവിടെ എല്ലാവരും വരുന്ന എല്ലാവർക്കും അറിയാം. അതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഹദീസിൽ നിറഞ്ഞു നിൽക്കല്ലേ. എത്രയാണ് അവിടുത്തെ ഇൽമ്. ഇന്നാക്കൽ കൗസർ ധാരാളം നമ്മൾ നൽകിയില്ലേ മുത്തനബിയെ. അള്ളാഹു അതിൽ നിന്ന് വാരിക്കോരി കുടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നാളെ വ്യാഴാഴ്ച നമ്മളെ റബീഉൽ അവ്വൽ അൽഹംദുലില്ലാഹ് നമ്മളെ പള്ളിയിൽ 30 ദിവസം മദ്ഹുർ റസൂൽ മൗലിദ് ഉണ്ടായിരുന്നു. ഉസ്താദന്മാര് ആ മൗലിദിൽ ഏതെങ്കിലും വാക്കുകൾ എടുത്തിട്ട് അർത്ഥം വെച്ചിട്ട് പ്രഭാഷണവും നടത്തിയിരുന്നു. അതിന്റെ പരിസമാപ്തിയാണ് നാളെ.
അപ്പൊ നാളത്തെ മൗലിദ് ജോറാക്കണം. നീ നാളെ എന്നെ കാണാതിരുന്നാൽ ചൊറിയാൻ നിൽക്കണ്ട, ഞാൻ നേരത്തെ ഏറ്റ പരിപാടികൾ. നാളെ ഞാൻ കുറെ നോക്കി, എന്തെങ്കിലും നാളെ നോക്കുമ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസിലാണ്. നാളെ മൊത്തം 7 പരിപാടി നാളെ ഉണ്ട്. അതിൽ ലാസ്റ്റ് പരിപാടി കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസാണ്. അപ്പൊ ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഇന്ന് ചായ ഉണ്ടോ നിങ്ങളെ വക? ഇന്ന് നമ്മളെ ദർശ പഠിച്ചിരുന്ന ഒരു കുട്ടിന്റെ വക ഉണ്ട് അല്ലേ? ദർശ പഠിച്ചിരുന്ന ഒരു കുട്ടിന്റെ വക ചായ ഉണ്ട്, ഷബീർ എന്ന പേര്. അവന് ഒറ്റ നീർച്ചുകൊണ്ട് 3 മുറാദ് ഹാസിലായി. കാരണം നമുക്ക് ഇവിടെ വേറെ ലക്ഷ്യമൊന്നുമില്ലല്ലോ, ഒരു ലക്ഷ്യമില്ല. ഒരു ബക്കറ്റ് അവിടെ ഇല്ല, ഒരു ബക്കറ്റ് ഇവിടെ ഇല്ല. ചില സ്റ്റേജിലാണ്ട് പോയാല് ഒലക്കമ്മ ചിറ്റ് കെട്ടിയമാതിരിയാണ്. അവിടെയും ബക്കറ്റ് ഉണ്ടാവും, ഇവിടെയും ബക്കറ്റ് ഉണ്ടാവും, നടുവിൽ പ്രഭാഷകനായിരിക്കും. ഇവിടെ ഒരു ബക്കറ്റില്ല. ഇവിടത്തെ ലക്ഷ്യം അള്ളാന്റെ സ്വർഗം മാത്രമാണ്. അപ്പൊ ഇവിടെ നിന്ന് ചോദിച്ച ഉത്തരം ഉറപ്പാണ്. അതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സാഹസ് കബൂലാക്കി തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ. ഒരു കുട്ടി ആക്സിഡന്റ് പെട്ടിട്ട് ഇല്ല, നിങ്ങൾ പറഞ്ഞ ആക്സിഡന്റ് പെട്ടിട്ട് കാളാട് ബോധം കിട്ടിയെടുക്ക. അള്ളാഹു തആല ആ കുട്ടിക്ക് സലാമത്ത് ചെയ്യട്ടെ, അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആക്സിഡന്റിൽ നിന്നും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ ചുറ്റുഭാഗത്ത് കിടക്കുന്നുണ്ട്, മറ്റു പല ഭാഗങ്ങളിലും കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. നമ്മളെ കൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തേറ്റെ. നമ്മളെ കടങ്ങൾ അള്ളാഹു വീട്ടി തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആഖിറത്തിൽ സ്വർഗത്തിൽ ഇതൊക്കെ പറഞ്ഞ് രസിച്ച് ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള വാതിലുകൾ അള്ളാഹു തുറന്നേറ്റെ. അള്ളാഹു ദീന് ദാവത്ത് ചെയ്യാനുള്ള നാട്ടുകാരെയും മൊഹിബീങ്ങളെയും പ്രദാനം ചെയ്യട്ടെ. ഹക്ക് ഹക്കായി പറയാനുള്ള ധീരതയും അത് കേട്ടാൽ ഇത് ദീനാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കുന്ന പടച്ചോന്റെ മാർഗത്തിലുള്ള കൂട്ടാളികളെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു മൻസുർ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹിബ്ബിഹി വഗ്ഫിർ ലനാ വലിവാലിദിനാ വലിഅസാതിദിനാ വലിഅസ്വാജിനാ വലിമൻ ദുഫിനു ഹൗല ഹാദൽ മസ്ജിദ് വലിമൻ ദുഫിനു ഫി ഹാദിൽ ബൽദ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതി, ദുആ മതി. നിങ്ങൾ ഇനി കലാപരമായി നീട്ടി ഒരുപാട് സമയം ഞാൻ ദ്വാരന്നില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട. കലാപരമായിട്ട് എനിക്ക് കഴിയും. ഇത് മതി, ഇങ്ങനെ ദ്വാരുന്നാൽ മതി. ചിലപ്പോൾ ഒരു മൂഡിൽ കുറെ അങ്ങനെ ദ്വാരുന്നൊക്കെ വരും. ചിലപ്പം കുറെ ആൾക്കാരെ കണ്ടിട്ട് ഭയങ്കര അങ്ങനത്തെ പരിപാടി നിന്റെ അടുത്തില്ല. അറിയാതെ വന്നാ വന്ന്, അല്ലെങ്കിൽ തന്നെ ദ്വാ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.